ഹലോ, നമുക്കിന്നേ ഏതിൻ്റെ കൂട്ടത്തിലും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി നോക്കിയാലോ? വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് കുറച്ച് സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇതിൽ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ക്യാപ്സിക്കം തന്നെയാണ്. കൂടുതൽ പേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക്. ഇനിയിപ്പോൾ ഒരുപാട് പറഞ്ഞ് അങ്ങോട്ട് സമയം കളയണ്ട, നമുക്ക് വേഗം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മളിന്ന് എടുത്തിരിക്കണതേ ഈ ഒരു വലുപ്പത്തിലുള്ള ക്യാപ്സിക്കാണേ. അപ്പോൾ വേറെ സാധനങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്യണത് ഇതിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി കുഞ്ഞു കഷ്ണങ്ങളായി മുറിച്ചെടുത്തതാണ്. ഇത് മുറിച്ചെടുത്തത് ഏകദേശം 1 ടീസ്പൂൺ അളവിൽ വരും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 4-5 വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോകുന്നത് വരെയും ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് ചേർത്തത് വലിയുള്ളിയാണ്. മീഡിയം വലിപ്പത്തിലുള്ള 2 വലിയുള്ളിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ അരിയാതെ ഇപ്പം ഈ കാണുന്നത് പോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കുഞ്ഞു കഷ്ണങ്ങളായിട്ട് വരുന്നത് പോലെ ഈ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് നന്നായിരിക്കുക. വലിയുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് ആ എണ്ണയിലിട്ടൊന്ന് ചൂടായി വരുമല്ലോ, ആ സമയത്ത് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിച്ചത്. അതിലേക്ക് വളരെ കുറച്ച്, അതായത് കളറിനായിട്ട് മാത്രം 1/2 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടാതെ ഈ കറിയുടെ എരിവിനാവശ്യമായിട്ടുള്ള അത്രയും കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പൊടികളുടെ എല്ലാം പച്ചമണം പോയി വരുന്നവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് സമയം തിളച്ച് ഈ പൊടികളുടെ പച്ചമണം പോയി വരുമ്പോഴത്തേനും ആ വെള്ളവും ഒന്ന് കുറുകി വരുമല്ലോ, ഈ സമയത്ത് ഇനി ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അതും നമ്മൾ ഈ കാണുന്നത് പോലെ സ്ക്വയർ ടൈപ്പിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം മുറിച്ചെടുക്കുമ്പോൾ എത്രയാണോ ഉള്ളത് അത്ര തന്നെയാണ് കേട്ടോ വലിയുള്ളിയും വേണ്ടത്. അതായത് വലിയുള്ളിയും ക്യാപ്സിക്കവും രണ്ടും നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഈ ക്യാപ്സിക്കത്തിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെക്കാം. ക്യാപ്സിക്കം ആയതുകൊണ്ട് തന്നെ അത് വെന്ത് വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. 2-3 മിനിറ്റ് അടച്ച് വെക്കുമ്പോഴത്തേനും തന്നെ ആവിയിൽ കിടന്നത് ആവശ്യത്തിന് വെന്ത് വരുമല്ലോ. ഇതാ കണ്ടില്ലേ, നേരത്തെ ഒഴിച്ചിരുന്ന വെള്ളമെല്ലാം കുറുകിയിട്ട് തിക്കായി കുഴമ്പൻ രൂപത്തിൽ തന്നെ കറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് 1/2 മൂടി നാരങ്ങയുടെ നീരൂടെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ കറിയുടെ മുകളിൽ കുറച്ച് മല്ലിയില ചേർക്കണം എന്നുള്ളവർക്ക് അതുകൂടെ ചേർക്കാം. പക്ഷേങ്കിൽ ഈ കറിക്കുണ്ടല്ലോ, മല്ലിയിലയുടെ ഫ്ലേവർ ഇല്ലാതെ ഈ ക്യാപ്സിക്കത്തിൻ്റെ മാത്രമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. നാരങ്ങാ നീരോടെ ചേർത്തൊന്ന് ഇളക്കിയെടുത്താൽ ഏതിൻ്റെ കൂട്ടത്തിലും കഴിക്കാൻ പറ്റിയ ക്യാപ്സിക്കം കറി റെഡി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.